IFFKയിൽ നിന്ന് 19 സിനിമകൾ ഒഴിവാക്കാൻ കേന്ദ്ര നിർദ്ദേശം. 2 സിനിമകൾ ഇന്നലെ സ്ക്രീൻ ചെയ്തില്ല. തീരുമാനത്തിനെതിരെ IFFK വേദിയിൽ പ്രതിഷേധമുയർന്നു. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മേഘ്ന, ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സിനിമകൾ IFFKയിൽ നിന്നും ഒഴിവാക്കിയതിന് കാരണമായി എന്താണ് പറയുന്നത്? ഒപ്പം ഇന്നലെ ഒഴിവാക്കിയ സിനിമകൾ, ഒപ്പം ഇന്ന് നടക്കാനിരുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്, അത് ഒഴിവാക്കിയവ ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധമുയർത്തിയത് ആരെല്ലാമാണ്? പ്രജിൻ, 30ാമത് IFFKയിൽ നിന്ന് 19 സിനിമകളാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഒഴിവാക്കിയത് എന്നുള്ളതാണ് സംഘാടക സമിതിയുടെ ഒരു വിശദീകരണമായി വരുന്നത്. അതിൽ ഈ 19 സിനിമകളും ഇത്തവണത്തെ 30ാമത് IFFKയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് IFFK തുടങ്ങിയത്. അതിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സിനിമകൾ തന്നെയാണ് ഭൂരിഭാഗവും റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇത്തരത്തിൽ സിനിമ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകാൻ കാരണം എന്നുള്ളതാണ്. അങ്ങനെ 19 സിനിമകൾ, അതിൽ ഭൂരിഭാഗവും പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വിഷയങ്ങൾ ഇതിവൃത്തങ്ങളുള്ള സിനിമയാണ്. അവയാണ് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 2 സിനിമകൾ സ്ക്രീൻ ചെയ്തില്ല. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഇത്തരം സിനിമകളുടെ സ്ക്രീനിംഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് പലസ്തീൻ 36 ആണ്. അത് IFFKയുടെ ഉദ്ഘാടന ദിവസം തന്നെ ഉദ്ഘാടന ചിത്രമായി അത് പ്രദർശിപ്പിച്ചതാണ് നിശാഗന്ധിയിൽ. അതിനുശേഷം ഇപ്പോഴാണ് അത് പ്രദർശനാനുമതി ഇല്ല എന്നുള്ളൊരു കാര്യം വരുന്നത്. അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം, 1905 റഷ്യൻ വിപ്ലവം ചർച്ച ചെയ്തിട്ടുള്ള ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചിത്രത്തിനും പ്രദർശനാനുമതി ഇല്ല. അത് 1925 പുറത്തിറങ്ങിയതാണ്. അതിനുശേഷം ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് അത് വീണ്ടും IFFKയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് ഇത്തരം സിനിമകൾക്ക് ഇപ്പോൾ ഒരു പ്രദർശനാനുമതി നിഷേധിക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ IFFK വേദിയിൽ അതൊരു പ്രതിഷേധമായി, അതായത് കലാപ്രേമികളുടെയും ചലച്ചിത്ര പ്രേമികളുടെയും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൽ MA ബേബിയാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. അതിൽ പ്രധാനമായും ഒരു വിമർശനമായി വരുന്നത് അത് കേന്ദ്രത്തിന്റെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്, കലകളോടുള്ള ഒരു വിരുദ്ധ നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും വിമർശനമായി വരുന്നത്. എന്തായാലും അതിൽ വരും ദിവസങ്ങളിലും IFFK വേദിയിൽ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. 19 സിനിമകളാണ് ഇപ്പോൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മേഘന, ഇത് തീർത്തും ഈ രീതിയിൽ IFFK എന്ന ഈ സിനിമാ മേള അല്ലെങ്കിൽ ലോകോത്തരമായ നമ്മുടെ കേരളത്തിന്റെ സിനിമാ മേളയെ അത് ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്, തകർക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നു. MA ബിബി അത്തരത്തിൽ പ്രതികരിച്ചതായി തന്നെ വാർത്തകൾ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്ഘാടന ചിത്രമായി നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചത് പലസ്തീൻ 36 ആണ്. അന്നത് വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. ആ സിനിമയുടെ സംവിധായകനും എല്ലാം അവിടെ എത്തിയതുമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിന് അനുമതിയില്ല, പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു തിട്ടൂരം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വരുമ്പോൾ അത് സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധം ഉയർന്നു വരുമെന്നതിൽ സംശയങ്ങളില്ല. ഇനിയിപ്പോൾ എന്താണ് തുടർ നടപടി? IFFK അധികൃതരുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ടോ മേഘ്ന? തീർച്ചയായും പ്രജിൻ, ഉദ്ഘാടന ദിവസം പലസ്തീൻ 36 നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിന്റെ സംവിധായകൻ കൂടി വേദിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് പലസ്തീൻകാർക്ക് അവിടെ ഇത് പ്രദർശിപ്പിക്കാനുള്ളൊരു മാധ്യമമില്ല, അല്ലെങ്കിൽ അവർ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് സമാനമായൊരു സാഹചര്യം ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും IFFK വേദിയിലും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പ്രതിഷേധക്കാരും അല്ലെങ്കിൽ അതിനൊരു പ്രതിഷേധമായി വരികയും ചെയ്യുന്നത്. കാരണം പലസ്തീൻ 36 പോലുള്ള സിനിമകൾ അത് പലസ്തീൻ ജനതയുടെ ഒരു പ്രതിരോധവും അടിച്ചമർത്തലും ഒക്കെ ഇതിവൃത്തമായി വരുന്ന സിനിമയാണ്. അത്തരം സിനിമകളാണ് കേരളത്തിലും ഈ IFFK വേദിയിലും ഒക്കെ ഒരു പ്രദർശനാനുമതി നിഷേധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു സെൻസർഷിപ്പ് ഇഷ്യൂ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം അതിലൊരു വിശദീകരണമായി നൽകുന്നത്. ഇന്നലെ 2 സിനിമകൾ 2 സ്ക്രീനിംഗ് നടന്നതുമില്ല. ഇനി വരും ദിവസങ്ങളിലും ഇനി 19 വരെ IFFK ഉണ്ട്. ആ ദിവസങ്ങളിലും ഈ സിനിമകളുടെ പ്രദർശനം നടക്കില്ല. അത് 100 വർഷം പൂർത്തിയാക്കുന്ന 1925 പുറത്തിറങ്ങിയ സിനിമകൾക്ക് പോലും പ്രദർശനാനുമതി നിഷേധിക്കുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതിൽ ഓൾ ദാറ്റ് അതുപോലെ തന്നെ ബമാക്കോ അടക്കമുള്ള ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ അടക്കമുള്ള ഫ്ലാഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട അന്യഭാഷാ ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു വിശദീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു, അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു, അത് സെൻസർഷിപ്പ് ഇഷ്യൂ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരണമായി വരുന്നത്. അത് IFFK വേദിയിൽ തന്നെ ഒരു പ്രതിഷേധമായി ചലച്ചിത്ര പ്രേമികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൽ MA ബേബി അടക്കം വലിയ തരത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട്. ശരി, സ്വാഭാവികമാണ്. അത്തരത്തിൽ സിനിമാ പ്രേമികൾക്ക് ഇത്തരം 19 സിനിമകൾ നേരത്തെ തയ്യാറാക്കി വന്ന് കൃത്യമായി കാണാമെന്ന ധാരണയിലെത്തിയവർക്കൊക്കെ നിരാശയാണ്. 19 സിനിമകളാണ് IFFKയിൽ നിന്നും ഇത്തവണ പ്രദർശനാനുമതി ഇല്ലാതെ ഒഴിവാക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നത്. കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.